നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. കൊച്ചു നീലാണ്ടൻ. കാരണവർ അകത്തു ചെന്ന് തൻ്റെ രണ്ടാം മുണ്ടെടുത്ത് തോളിലിട്ടു. ഉടുത്തിരുന്ന മുണ്ടിൻ്റെ ചന്തം കണ്ടപ്പോൾ കൊച്ചു നീലാണ്ടന് ചുണ്ടി വന്നു. ഈ മുണ്ടും ചുറ്റിയിട്ടാണോ എൻ്റെ മാഷെ കാണാൻ വരണത്? എന്താടാ ഈ മുണ്ടിനൊരു ദോഷം? മുഷിഞ്ഞ് നാറിയ മുണ്ട്. അച്ഛൻ്റെ അമ്മാവിൻ്റെ പെട്ടിയിൽ നല്ല അലക്കിയ മുണ്ട് ഒരുപാട് ഇരിപ്പില്ലേ? ഒരു നല്ല മുണ്ട് ചുറ്റി വരൂ അച്ഛൻ്റെ അമ്മാവാ, അവൻ അഭ്യർത്ഥിച്ചു. എടാ അങ്കുരമേ, നിന്റെ മാസ്റ്റർ കാണാൻ ഈ മുണ്ടും ചുറ്റിച്ചെന്നാൽ പോരെ? ഒരു തരക്കേടുമില്ല. കൊച്ചു നീലാണ്ടൻ കാരണവരുടെ വേഷം ഒന്നുകൂടി ശ്രദ്ധിച്ചു. ബനിയനും ഷർട്ടും ഒന്നുമില്ല. മുഷിഞ്ഞുലഞ്ഞ ഒരു മുണ്ട്, അലക്കിയ രണ്ടാം മുണ്ടും, നല്ല ചേർച്ച. മാസ്റ്റർ കാണാൻ ചെല്ലുമ്പോൾ അല്പം ഗമയൊക്കെ വേണം, ഇല്ലെങ്കിൽ കാര്യം കഷ്ടമാണ്. മാഷ് വില വയ്ക്കില്ല. അച്ഛൻ്റെ അമ്മാവൻ മുറ്റത്തിറങ്ങിക്കഴിഞ്ഞു. ഗത്യന്തരമില്ലാതെ കൊച്ചു നീലാണ്ടൻ അദ്ദേഹത്തെ അനുഗമിച്ചു. സ്കൂളിലെത്തി അവൻ കാരണവരെയും കൊണ്ട് ക്ലാസ് മുറിയുടെ മുമ്പിൽ ചെന്ന് നിന്നു. മാസ്റ്റർ പുറത്തേക്ക് ചെന്നു. ഇതാ അച്ഛൻ്റെ അമ്മാവൻ, കൊച്ചു നീലാണ്ടൻ പറഞ്ഞു. അല്ല, ആരാ അത്? എങ്ങനെ ഇവിടെ എത്തി? കഷ്ടം കഷ്ടം. കൊച്ചാശാനെ ഞാൻ ബുദ്ധിമുട്ടിച്ചു. വരൂ, ഓഫീസ് മുറി ചെന്നിരിക്കാം. അധ്യാപകൻ ഏതാണ്ടൊരു അത്ഭുതത്തോടെ, എന്തെന്നില്ലാത്ത ആദരവോടെ പറഞ്ഞു. അച്ഛൻ്റെ അമ്മാവൻ പറഞ്ഞു, നന്നായി. നീ ഈ പള്ളിക്കൂടത്തിലാണെന്ന് ഞാനും വിചാരിച്ചില്ല. നന്നായി, സന്തോഷമായി. കാരണവർ തൻ്റെ ആഹ്ലാദവും പ്രകടിപ്പിച്ചു. കൊച്ചു നീലാണ്ടൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് വൃദ്ധൻ പറഞ്ഞു, എടാ, നിന്റെ മാഷ് എൻ്റെ നാട്ടുകാരനാണ്. ഞാൻ എഴുത്തിനിരുത്തിയ കുട്ടിയാ. മാസ്റ്റർ കാരണവരെയും കൊണ്ട് ഓഫീസ് മുറിയിലേക്ക് നടന്നു. നീയും വാ, വൃദ്ധൻ കൊച്ചു നീലാണ്ടനെ വിളിച്ചു. മാസ്റ്റർ കാരണവരെ കസേരയിലിരുത്തി. മുറിയിലുണ്ടായിരുന്ന മറ്റ് അധ്യാപകരെ നോക്കി അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഗുരുനാഥനാണ്. എല്ലാവരും കൈകൂപ്പി. മാസ്റ്റർ ചായയും പലഹാരവും വരുത്തി. കൊച്ചു നീലാണ്ടനെ നോക്കി അദ്ദേഹം പുഞ്ചിരി തൂകി. നീയും കഴിച്ചോ, അദ്ദേഹം പറഞ്ഞു. മാസ്റ്റർ തൻ്റെ ഗുരുനാഥനെ മറ്റ് അധ്യാപകർക്ക് കൂടുതൽ പരിചയപ്പെടുത്തി. ഞങ്ങളുടെ നാട്ടിൽ ഒരു പള്ളിക്കൂടമില്ലായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ശ്രമം കൊണ്ടാണ് അവിടെ ഒരു സ്കൂളുണ്ടായത്. സ്വന്തം സ്ഥലത്തിൽ നിന്ന് പകുതി അദ്ദേഹം സ്കൂളിനു വേണ്ടി ദാനം ചെയ്തു. അച്ഛൻ്റെ അമ്മാവൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. മുന്നിലുള്ള പരിപ്പുവടയിലെ കപ്പൽ മുളക് പുറത്തേക്കെടുത്ത് കളയുന്ന ജോലിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു അദ്ദേഹം. പരിപ്പുവട നന്നായിട്ടുണ്ട്. ഒരു വട അങ്ങനെ തന്നെ വായിലേക്ക് തള്ളിവിട്ടുകൊണ്ട് കാരണവർ പറഞ്ഞു. കൊച്ചു നീലാണ്ടന് ചിരി വന്നു. എന്താടാ ചിരിക്കുന്നത് അങ്കുരമേ? വൃദ്ധൻ ചോദിച്ചു. മാസ്റ്റർ പൊട്ടിച്ചിരിച്ചു. എടാ അങ്കുരമേ, അച്ഛൻ്റെ അമ്മാവൻ വിളിച്ചു. സ്കൂളിലെ ഓഫീസ് മുറിയുടെ പുറത്തു നിന്നിരുന്ന 2-3 കുട്ടികളത് കേട്ടു. കൊച്ചു നീലാണ്ടന് എന്തെന്നില്ലാത്ത ലജ്ജ തോന്നി. കൊച്ചു നീലാണ്ടാ, കാരണവർ ഒരിക്കൽ കൂടി വിളിച്ചു. ഇനി നീ ക്ലാസ്സിലേക്ക് പോയിക്കോ, ഞാൻ വീട്ടിലേക്ക് നടക്കട്ടെ. വൃദ്ധൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. കൊച്ചു നീലാണ്ടൻ്റെ അധ്യാപകൻ്റെ മുഖത്തേക്ക് അദ്ദേഹം നോക്കി. മാസ്റ്റർ ചിരിച്ചു. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. വായിച്ചത് പ്രീതി. ഹൈ ഹൈ